പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് മസ്കറ്റിലെ അൽ ആലം പാലസിലെ മൗലീദ് ഹാളിൽ നടന്ന സദസ്സിന് സുൽത്താൻ ഹൈതം ബിൻ താരിഖിനു വേണ്ടി പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സെയ്ദ് ശിഹാബ് ബിൻ താരിഖ് അൽ സയ്ദ് നേതൃത്വം നൽകി. രാജകുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, മുതിർന്ന സൈനിക മേധാവികൾ, ഇസ്ലാമിക രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ, മറ്റ് ഉദ്യോഗസ്ഥരും വിശിഷ്ട വ്യക്തികളുമെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. ഒമാൻ മതകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ തെക്കൻ ബാത്തിനായിലെ റുസ്താക്കിൽ വിപുലമായ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള വിവിധ പ്രദർശനങ്ങൾ, മുഹമ്മദ് നബി എന്ന സിനിമയുടെ പ്രദർശനം എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. തെക്കൻ ബാത്തിന ഗവർണർ എഞ്ചിനീയർ മസൂദ് സയ്യിദ് അൽ ഹാഷ്മിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. വിവിധ ജയിലുകളിൽ കഴിയുന്ന വിദേശികൾ ഉൾപ്പെടെ 175 തടവുകാരെ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് മാപ്പ് നൽകി വിട്ടയച്ചു. ഒമാനിലെ വിവിധ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും നബിദിനാഘോഷം സംഘടിപ്പിച്ചു. മദ്രസകളിലും മസ്ജിദുകളിലും പുലർച്ചെ 3 മണി മുതൽ മൗലൂദ് പാരായണം നടന്നു. എല്ലാ രംഗത്തും സാംസ്കാരിക ജീർണത അത് ചെറിയ പ്രായം മുതൽ മുതിർന്നവരിലേക്ക് വരെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തീർത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചര്യയിലേക്ക് മടങ്ങുക എന്നതാണ് വിജയത്തിന് ആധാരം. ധാരാളം വിശ്വാസികൾ പ്രഭാത സമയത്ത് ഒരുമിച്ച് കൂടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്തു. റൂവി അൽ കൗസർ മദ്രസയിൽ റഫീഖ് സഖാഫിയും, സുന്നി സെന്റർ മദ്രസയിൽ മുഹമ്മദ് അലി ഫൈസിയും, അൽനൂർ മദ്രസയിൽ നിസാർ സഖാഫിയും മൗലീദ് പാരായണത്തിന് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ നടക്കുന്ന വിപുലമായ നബിദിന പരിപാടികളിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവർ പങ്കെടുക്കും. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.